നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. മൊഴി നൽകിയവർക്ക് കേസുമായി പോകാൻ താൽപ്പര്യമില്ല. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സർക്കാർ കോടതിയെ അറിയിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. സൂചനകൾ വിലയിരുത്തി കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ നടന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ മൊഴി നൽകിയവരിൽ കൂടുതൽ പേർക്കും കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നാണ് സൂചന. നിലവിൽ കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ മേക്കപ്പ് മാനേജർക്കെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. പയ്യന്നൂരിൽ സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുത്തിയാൽ പിടിയിൽ. പയ്യന്നൂരിൽ സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുത്താൽ പിടിയിൽ. മലപ്പുറം സ്വദേശി അബ്ദുൽ നാസറിനെയാണ് പോലീസ് പിടികൂടിയത്. പണയ സ്വർണം മാറ്റിവെക്കാനെന്ന വ്യാജേന എത്തിയായിരുന്നു തട്ടിപ്പ്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം സ്വർണം പണയം വെക്കാനെന്ന വ്യാജേന അബ്ദുൽ നാസർ സ്ഥാപനത്തിലെത്തുകയായിരുന്നു. മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ പണയത്തിലുള്ള സ്വർണം പലിശ കൂടിയതിനാൽ ഇങ്ങോട്ട് മാറ്റാമെന്നായിരുന്നു ആവശ്യം. മാനേജറെ പറഞ്ഞു വിശ്വസിപ്പിച്ച് 45,000 രൂപ കൈക്കലാക്കി. പണവും വാങ്ങിപ്പോയ അബ്ദുൽ നാസർ തിരിച്ചു വരാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി. CCTV പരിശോധനയിൽ പണവുമായി ഇയാൾ രക്ഷപ്പെടുന്നത് കണ്ടെത്തി. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അബ്ദുൽ നാസർ നിലമ്പൂരിലുണ്ടെന്ന വിവരം ലഭിച്ചത്. പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡോക്ടറെ വെടിവെച്ച് കൊലപ്പെടുത്തി, പിന്നിൽ 2 പേരെന്ന് ജീവനക്കാർ. ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി അക്രമികൾ ചികിത്സക്കെത്തിയവരാണെന്ന് വിവരം. 2 അക്രമികളാണ് സംഭവത്തിന് പിന്നിലെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു. ഡൽഹിയിലെ ജയ്പൂരിലെ നിമ ആശുപത്രിയിലാണ് സംഭവം. ഡോക്ടർ ജാവേദാണ് വെടിയേറ്റ് മരിച്ചത്. മുറിവേറ്റതിനെ തുടർന്ന് പ്രതികൾ ആശുപത്രിയിലെത്തിയത്. ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഡോക്ടറെ കാണണമെന്നിവർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോക്ടറിന്റെ ക്യാബിനിലെത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ അക്രമികൾ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. 16-17 വയസ്സുള്ളവരാണ് അക്രമികളെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം വേദനിപ്പിച്ചെന്ന് ഈശ്വർ മാൽപേ. ഞങ്ങൾ തിരച്ചിൽ നടത്തിയത് കൊണ്ടാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത്. അർജുന്റെ കുടുംബം ഇപ്പോൾ പറയുന്നത് തെറ്റായ കാര്യങ്ങളാണ്. അർജുനായി തിരച്ചിലിറങ്ങിയത് ജീവൻ പണയം വെച്ചാണ്. കുടുംബത്തിന്റെ ആരോപണങ്ങൾ വേദനിപ്പിക്കുന്നുവെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. MR അജിത് കുമാർ തുടരുമോ എന്നതിൽ തീരുമാനമില്ല. തൃശൂർ പൂരം കലക്കലിലെ തുടരന്വേഷണത്തിൽ ഇന്ന് തീരുമാനം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാകും തീരുമാനം. അന്വേഷണമുണ്ടാകുമെന്ന് ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ADGPയുടെ പങ്കിനെക്കുറിച്ച് DGP അന്വേഷണം നടത്തും. പൂരം അട്ടിമറിയിൽ മറ്റൊരു അന്വേഷണവും ഉണ്ടാകും. പുതിയ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും ADGP സ്ഥാനത്ത് MR അജിത് കുമാർ തുടരുമോ എന്നതാണ് പ്രധാനം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് അജിത് കുമാറിനെ മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് CPI.